ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ എല്ലാം എല്ലാവരോടുമായിട്ട് പറയുകയാണ്. ഡോക്ടറെ കണ്ട കാര്യം, നമ്മുടെ രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ഒക്കെ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, ശരിക്ക് പറയുകയാണെങ്കിൽ രഞ്ജുവിൻ്റെ അസുഖം എന്ന് പറയുന്നത് അപ്ലാസിക് അനീമിയയാണ്. ഈ ഒരു രോഗമെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണ്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പുതിയ ബ്ലഡ് സെല്ലുകൾ നിർമ്മിക്കാത്ത ഒരവസ്ഥയാണ് എന്നിങ്ങനെ പറയുകയാണ്. വർഷങ്ങളായിട്ട് രഞ്ജു ഇങ്ങനെ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾക്ക് അറിയില്ല, അവളുടെ ഒരു ധാരണയെന്ന് വെച്ചാൽ ഇത് വെറും അനീമിയയാണ് എന്നുള്ള ആ ഒരു ധാരണയിലാണ് രഞ്ജു ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗീത് ചോദിക്കുകയാണ്, ആ കുട്ടിയെ ഗീതു അല്ല, നമ്മുടെ രേഖ പറയുകയാണ്, അത് ഗോവിന്ദേട്ട ആ കുട്ടിയെ കണ്ടാൽ അങ്ങനെ അസുഖമുള്ളൊരു കുട്ടിയാണെന്ന് തോന്നൂല, അവൾ എപ്പോഴും നല്ല ആക്റ്റീവാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത് ചോദിക്കുകയാണ്, ആ കുട്ടിക്ക് അറിയില്ലേ ഗോവിന്ദേട്ട ഈ ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിയില്ലേ കണ്ണേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഇല്ല ഗീതു, അതാണ് ഞാൻ പറഞ്ഞത്, അവൾക്ക് അനീമിയാണെന്ന് മാത്രമേ അറിയാവൂ. ശരീരത്തിൽ ബ്ലഡ് കയറ്റുമ്പോഴും അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവളെക്കുറിച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് അത് പറയാത്തതാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് ബാക്കി കൂടി കൂട്ടിച്ചേർക്കുകയാണ്, അവൾ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്ന വീട്ടിൽ ഞാൻ കൊണ്ടാക്കിയിട്ടാണ് വന്നത്. അതായത് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഗോവിന്ദ് രഞ്ജു പെയിൻ ഗസ്റ്റായിട്ട് താമസിച്ചിരുന്ന ആ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് വന്നത്. പിന്നീട് അവളെ ഞാൻ കാണുന്നത് ബർത്ത്ഡേക്കായിരുന്നു, ഗോവിന്ദിൻ്റെ ബർത്ത്ഡേക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ അവളാണ് എന്നെ ആദ്യം വിഷ് ചെയ്തത് എന്ന് പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഓർക്കുകയാണ്, എല്ലാവരോടുമായിട്ട് പറയുകയാണ്, പ്രത്യേകിച്ചും ഗീതുവിനോടായിട്ട് പറയുകയാണ്, അന്ന് ബർത്ത്ഡേയുടെ അന്ന് ഗീതു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന സമയത്തിന് രഞ്ജു ഫുഡ് ഓർഡർ ചെയ്ത് ഗോവിന്ദിനെ വിളിച്ചുകൊണ്ട് പോയതും ഗോവിന്ദ് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് രഞ്ജുവിൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വന്നതും അങ്ങനെ ഗോവിന്ദ് പലതവണ തുടച്ച് മാറ്റിയിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജുവിനോട് ഗോവിന്ദ് പറയുകയാണ്, മോളെ നമുക്ക് ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ രഞ്ജു പറയണേ, വേണ്ട ഗോവിന്ദേട്ട, അത് ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ മോണെ കൂടി ബ്ലഡ് ഇങ്ങനെ വരാറുള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അത് പറ്റില്ല എന്ന് നിർബന്ധിച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രഞ്ജുവിന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രഞ്ജു. അങ്ങനെയാണ് നമ്മുടെ രഞ്ജുവിനെ താങ്ങി പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗീതുവിന് തോന്നുന്നതെന്ന് വെച്ചാൽ അല്ലാതെ അവർ തമ്മിൽ മറ്റൊരു അർത്ഥത്തിൽ ഗോവിന്ദ് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ ഗീതു തെറ്റിദ്ധരിക്കുന്നത്. ആ ഒരു സംഭവം ഗോവിന്ദ് ഗീതുവിന് പറഞ്ഞ് തിരുത്തി കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഗീതുവിന് നല്ല വിഷമമാവുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, എനിക്കറിയില്ലായിരുന്നു കണ്ണേട്ട, എല്ലാം എൻ്റെ കയ്യിലെ തെറ്റാണ്, ഞാൻ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഗീതു നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും നിൻ്റെ കയ്യിലെ തെറ്റല്ല, ഇതൊന്നും നിനക്കറിയില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയാണ്, ഞാൻ അവൾ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്ന വീട്ടിൽ അന്ന് കൊണ്ടാക്കിയ കാര്യം പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഈ ബർത്ത്ഡേക്ക് കണ്ടു, ആ ബർത്ത്ഡേക്ക് വെച്ച് ഇങ്ങനെ അസുഖമായി ആ ഒരു സംഭവമൊക്കെ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ്, അവൾക്ക് നല്ലൊരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ രോഗത്തിൻ്റെ അവസാന സ്റ്റേജ് ആണെങ്കിൽ പോലും മനസ്സിന് നല്ല ധൈര്യവും നല്ല ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടി മുന്നോട്ട് ജീവിതം പോവും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുള്ള ചിന്തയെന്ന് വെച്ചാൽ എല്ലാവരും വളരെ ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് രഞ്ജുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്രതീക്ഷകളെ എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ എല്ലാവരും അവളെ ഇങ്ങനെ ഒരു ശത്രുവിനെ പോലെ കാണുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതുവിന് ഭയങ്കര വിഷമമാണ്. ഗീതുവിന് മാത്രമല്ല രേഖയ്ക്കും എല്ലാവർക്കും വിഷമമാണ്. പക്ഷേ നമ്മുടെ രാധികാമ്മയ്ക്കും വരുണിനും മാത്രം ഈ പറയുന്നത് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവർ ഇങ്ങനെ എന്താ ചെയ്യുന്നത്, അവർ ഇങ്ങനെ പരസ്പരം അമ്മയും മോനും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് പറയുകയാണ്, പിന്നീട് ഇവിടെ ബർത്ത്ഡേക്ക് ഡാൻസ് കളിക്കുന്ന സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് ഗീതുവിന് അറിയില്ലല്ലോ, അന്ന് ഗീതു നല്ല
ഗീതു നല്ല ദേഷ്യത്തിലും കാര്യത്തിലും ഒക്കെ ആയിരുന്നല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ബർത്ത്ഡേയിൽ നിന്ന് അലാരെ ഗോവിന്ദ എന്നുള്ള പാട്ട് പാടി ഡാൻസ് കളിക്കുമ്പോഴുണ്ടായിരുന്ന സംഭവമാണ് ഗോവിന്ദ് പറയുന്നത്. ആ സമയത്ത് പാട്ടിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെയും കൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയത് ഗീതു കണ്ടായിരുന്നല്ലോ. അന്ന് ഗീതു എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ശരിക്കും അവൾക്ക് വയ്യാണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ രഞ്ജുവിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഗോവിന്ദ്. അപ്പോഴത്തേക്ക് രഞ്ജുവിൻ്റെ വായി കൂടി ഇതിനൊക്കെ ബ്ലഡ് വരികയാണ്. അങ്ങനെ ഗോവിന്ദ് തുടച്ചു കൊടുക്കുകയാണ്. അലമാര തുറന്ന് ഒരു മുണ്ടെടുത്തുകൊണ്ട് വന്നിട്ട് തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജി ചോദിക്കണേ, എന്താ ഗോവിന്ദേട്ടാ എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ വല്ലാണ്ടാവുന്നത്? മറ്റ് 2 മണിക്കൂറോളമൊക്കെ ഞാൻ സ്റ്റേജിൽ ഒരുപോലെ നിന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് പോലും എനിക്കൊരു ക്ഷീണം പോലും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് ഞാൻ കളിച്ചില്ല, അതിന് മുമ്പായിട്ട് ഇതേ ഞാൻ കുഴഞ്ഞു വീഴാൻ പോകുന്നു. എനിക്ക് എന്താ പറ്റിയത് ഗോവിന്ദേട്ടാ? ഗോവിന്ദേട്ടൻ സത്യം പറ, എനിക്ക് എന്താ അസുഖമാണ്? ഞാൻ മരിച്ചു പോകുന്ന വല്ല രോഗമാണോ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രഞ്ജി ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഇല്ല മോളെ, നിനക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് സമാധാനിപ്പിക്കുന്ന ആ ഒരു സംഭവമൊക്കെ കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവിന് നല്ല വിഷമം തോന്നുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗീതു വല്ലാണ്ട് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം നമ്മുടെ ഗീതുവിനിൽ ഉണ്ട്. അപ്പോഴത്തേക്ക് ഗീതുവിനോട് ഗോവിന്ദ് പറയുകയാണ്, ഒരിക്കൽ ഞാൻ നിന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗീതു, അനുവാദം ചോദിക്കാതെ നമുക്കിടയിൽ വന്നവൾ യാത്ര ചോദിക്കാതെ പൊയ്ക്കോളും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതെൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് എപ്പോഴാണോ രഞ്ജു നമ്മളെ വിട്ട് പോകുന്നത് ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് എന്നിട്ട് ഗോവിന്ദ് 2 കൈകളും കൂപ്പിക്കൊണ്ട് എല്ലാവരുടെയും കൂടെ ആയിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ട് എനിക്കൊരു അഭിപ്രായമേ ഉള്ളൂ. രഞ്ജു ഇവിടെ നിന്ന് പോകുന്നത് വരെ നിങ്ങളാരും ദയവ് ചെയ്ത് അവളെ ഇത് അറിയിക്കരുത്. അവളൊരു രോഗമുള്ള കുട്ടിയാണെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങളാരും അവളോട് പെരുമാറുകയും ചെയ്യരുത്. നിങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് നല്ലതൊന്നും ചെയ്തില്ലെങ്കിലും മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി നിങ്ങളിൽ നിന്നുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് 2 കൈയും കൂപ്പി വല്ലാതെ ഇമോഷണലാവുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ഗീതുവിന് സങ്കടം വരികയാണ്. ഗീതു പറയാണ്, കണ്ണേട്ടൻ ഞങ്ങളുടെ മുന്നിൽ കെഞ്ചരുത്. കണ്ണേട്ടൻ എപ്പോഴും ഞങ്ങളെ ആജ്ഞാപിക്കുക മാത്രമേ നമ്മളോട് ചെയ്യാവൂ, അല്ലാതെ കെഞ്ചരുത്. അത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അതിനുശേഷം ഗീതു പറയുകയാണ്, കണ്ണേട്ടാ, എന്തായാലും ഇനി രഞ്ജു ഇവിടെ വന്നു കഴിഞ്ഞാൽ രഞ്ജുവിന് ഇവിടെ ആരിൽ നിന്നും ഒരു മോശം അനുഭവവും ഉണ്ടാവില്ല. ആരെയും രഞ്ജുവിന് വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും പെരുമാറാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നിങ്ങനെ തീർത്തും പറയുകയാണ് ഗീതു. അപ്പോൾ ഗീതു അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ്, ഇനി ഒരു കാര്യം ഞാനും കൂടി അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ ഗോവിന്ദ് പറയുകയാണ്, ഇനി രഞ്ജുവിനെ വേദനിപ്പിക്കുകയോ രഞ്ജുവിന് ഇഷ്ടമല്ലാത്തത് കാണിക്കുകയോ ചെയ്യുന്നത് അത് ആരായാലും ശരി അവരുടെ സ്ഥാനം പടിക്ക് പുറത്താണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ കാഞ്ചന അത് കേട്ടിട്ട് പേടിച്ചു പോവുകയാണ്. കാഞ്ചന പറയുന്നത്, എൻ്റെ കടവുളെ, ഞാനൊന്നും പറയില്ലേ, എന്നെ പടിക്ക് പുറത്താക്കല്ലേ മമ്മ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതേ സമയത്ത് അപ്പോഴത്തന്നെ നമ്മുടെ രാധികാമ്മ ചോദിക്കുകയാണ്, ആ കണ്ണ, ശരിക്കും പറയുകയാണെങ്കിൽ രഞ്ജുവിന് നിറ്റോഫോബിയ എന്നുള്ള ഒരു അസുഖം വരുന്നെന്നാണ് ഞാൻ കരുതിയത്. അവൾക്ക് ഇരുട്ടിനെയൊക്കെ പേടിയാണല്ലോ, മുറിയിൽ കതകടച്ചൊന്നും ഇരിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് കരുതിയിരുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഗോവിന്ദ് പറയുകയാണ്, അങ്ങനെ അല്ല അമ്മേ, അവൾക്ക് നിറ്റോഫോബിയ ഒന്നും അമ്മ വിചാരിക്കുന്ന കണക്കില്ല. പിന്നെ അവൾ ശരിക്കും പറയുകയാണെങ്കിൽ അവൾക്ക് ഇരുട്ടിനെ പേടിയാണ്, കതവടച്ച് കിടക്കാറും ഒന്നുമില്ല. അതിൻ്റെ കാരണം നിറ്റോഫോബിയ ഉള്ളതുകൊണ്ടൊന്നുമല്ല. കതകടച്ച് കിടക്കുകയോ ഇരുട്ടത്തിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് സുഖമില്ലാണ്ടായി അബോധാവസ്ഥയിലും മറ്റോ ആയിപ്പോയാൽ ആരും അറിയാതെ പോകും എന്നുള്ള പേടിയാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗീതു പറയുകയാണ്, ശരിയാണ് കണ്ണേട്ട, രഞ്ജുവിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അവളിപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയാണ്, അത് ശരിയാണ് ഗീതു, അവളുടെ മനസ്സിൻ്റെ ആ ഒരു ധൈര്യം കൊണ്ട് തന്നെയാണ് അവൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പോഴത്തേന് എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് പോവുകയാണ്. അതായത് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കുമായിട്ട് ഗോവിന്ദ് ഒരു താക്കീത് കൊടുക്കുകയാണ്, ഒരൊറ്റ മനുഷ്യർ വേദനിപ്പിക്കരുത്, രഞ്ജുവിനെ വേദനിപ്പിക്കരുത്, ഇനി വേദനിപ്പിക്കുന്ന ഒരു പടിക്ക് പുറത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ ഗോവിന്ദ് പോയി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കാഞ്ചന വന്നിട്ട് ഗീതുവിനോട് പറയണം, ഗീതു പാപ്പ, ഇപ്പോൾ രഞ്ജുവിനോട് മാമനുള്ള സ്നേഹവും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഏകദേശ ധാരണ മനസ്സിലായി. പക്ഷേ എന്നാലും ഒരു ചോദ്യം ബാക്കിയാവുന്നല്ലോ ഗീതു പാപ്പ, ഈ പറയുന്ന രഞ്ജു ആരാണ് ഗോവിന്ദ് മാമേരതെന്ന് മാത്രം ഗോവിന്ദ് മാമ
പറഞ്ഞില്ലല്ലോ, പഴയ ഭാര്യയായിരുന്നോ കാമുകിയായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രേഖ ഒരു കൊട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് കാഞ്ചനയ്ക്ക്. എന്നിട്ട് പറഞ്ഞു, കാഞ്ചന ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, മര്യാദയ്ക്ക് വാ എന്നും പറഞ്ഞിട്ട് രേഖ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അത് കേൾക്കുന്ന ഗീതുവിനൊരു വിഷമം പോലെയൊക്കെ തോന്നുകയാണ്. പക്ഷേ ഗീതു അങ്ങനെ മുറിയിലേക്ക് ചെല്ലുകയാണ്. മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ വിജയലക്ഷ്മിയുടെ മുഖമാണ്. അന്ന് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുകയാണ് നമ്മുടെ ഗീതു, വിജയലക്ഷ്മിയെ വഴക്ക് പറയുന്നതിനെക്കുറിച്ചൊക്കെ. അതായത് വിജയലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ഗീതു പറഞ്ഞായിരുന്നല്ലോ, സ്വന്തം മകൾക്ക് ജീവിതം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നൈസിന് കണ്ണേട്ടനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടല്ലേ എന്നെ മകളായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗീതു. അതിനുശേഷം ഗീതു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് എന്നെ രാധികാമ്മയുടെ ശത്രുവാക്കി കഴിയുമ്പോൾ രാധികാമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന കണ്ണേട്ടൻ എന്നെ വെറുക്കുകയും എന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പിൽ നിങ്ങളുടെ മോളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിതൊക്കെ കാണിച്ചത് എന്നൊക്കെ ഗീതു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യമൊക്കെ ഓർക്കുകയാണ് ഗീതു. അതിനുശേഷം ഗീതുവിന് നല്ല വിഷമമാവുകയാണ്. ഗീതു സ്വന്തമായിട്ട് പറയുകയാണ്, ഈശ്വര, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്തുമാത്രം ആ അമ്മ വിഷമിച്ചിട്ടുണ്ടാവും. സ്വന്തം മകൾ ഓരോ നിമിഷവും മരണത്തിന് മുന്നിൽ കീഴടക്കുന്നതും കണ്ട് വേദനിച്ച് കഴിയുന്നൊരു അമ്മയല്ലേ, ആ അമ്മയെ അത്രയേറെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിന് നല്ല കുറ്റബോധം ഉണ്ടാവുകയാണ്. എന്നിട്ട് ഗീതു ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഗീതു മനസ്സിൽ തീരുമാനിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ശരി തന്നെ രഞ്ജുവിൻ്റെയും വിജയലക്ഷ്മി അമ്മയുടെയും ഇടയ്ക്കുള്ള ആ ഒരു ശത്രുത ഞാൻ മാറ്റിയെടുക്കും. എന്നിട്ട് രഞ്ജുവിനെ നല്ലൊരു മകളായിട്ട് ഞാൻ വിജയലക്ഷ്മി അമ്മയ്ക്ക് കൊടുക്കും. അതായിരിക്കും എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നിങ്ങനെ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം ഗീതു മുറിയിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഗോവിന്ദനെയാണ് കാണുന്നത്. അപ്പോൾ ചെന്നിട്ട് ഗീതു പറയുകയാണ്, കണ്ണേട്ട, എനിക്ക് കണ്ണേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കണ്ണേട്ടൻ രഞ്ജുവിൻ്റെ അമ്മ വിജയലക്ഷ്മി ആണെന്നുള്ള സംഭവം എന്തിനാണ് മറച്ചു വെച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഗോവിന്ദനോട് ചോദിക്കുകയാണ്, എന്തിനാണ് മറച്ചു വെച്ചത്? രാധികാമ്മയും വിജയലക്ഷ്മി അമ്മയും തമ്മിലുള്ള ശത്രുത, ആ ഒരു ശത്രുത അറിയാലോ, ആ ശത്രുത കൊണ്ടാണോ ഈ ഒരു സംഭവം മറച്ചു വെച്ചത് എന്നിങ്ങനെ ഗീതു ചോദിക്കുകയാണ്. ഗീതുവിൻ്റെ ചോദ്യം കേട്ട് അന്തം വിട്ട് വായും പൊളിച്ച് ഗോവിന്ദൻ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. പനിച്ച് പൊരിഞ്ഞു ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വീഡിയോയിലുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു കിടിലൻ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.